നമസ്കാരം. മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് കാലം മാറ്റി നിർത്തപ്പെട്ട ഒരു സംവിധായകനായിരുന്നു വിനയൻ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുകയും മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം വിനയൻ ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ത്രില്ലർ ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഷിജു വിൽസൺ ആയിരുന്നു ഈ ഒരു ചിത്രത്തിലെ നായകൻ എന്ന് പറയുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത ഒരു ചിത്രം തന്നെയായിരുന്നു ഇത്. പിന്നീട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആകാശഗംഗ 2 എന്ന് പറയുന്ന ഒരു ചിത്രം കൂടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം വീണ്ടും സിനിമയിലേക്ക് സജീവമാവുകയാണ്. അദ്ദേഹം ഒട്ടനവധി നല്ല ചിത്രങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്ഭുത ദ്വീപ് 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം ഇപ്പൊ എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലുകളിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ സിനിമാ കാലഘട്ടത്തിലെ അനുഭവങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് മമ്മൂട്ടിയും വിനയനും ഒന്നിച്ചെത്തിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ദാദാ സാഹിബ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ആക്ഷൻ ത്രില്ലറാണ്. ചിത്രത്തിൽ മമ്മൂട്ടി ഡബിൾ റോളിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ബാപ്പയായിട്ടും അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരനായിട്ടുള്ള മകനായിട്ടുമാണ് മമ്മൂട്ടി ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ബാപ്പ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഒരുപാട് യുദ്ധങ്ങളും മറ്റൊക്കെ കണ്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകൻ മുസ്ലിം ആയിട്ടുള്ള കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്നത് പട്ടാളത്തിലാണ്. സുബൈദാർ അബൂബക്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അങ്ങനെ ഇയാള് ആ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇയാൾ ജയിലിലാവുകയും ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്യും. അങ്ങനെ ഇയാൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് തൂക്കിലേറ്റി ഇയാൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തി ഇവർ ഡെഡ് ബോഡി പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഡെഡ് ബോഡിയിൽ ചെറിയ ഒരു അനക്കം കാണുകയും പിന്നീട് ഇയാളുടെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കഥകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമേന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നീട് ഇയാളെ ജയിലിലാക്കിയ ആളുകളോടൊക്കെ പ്രതികാരം ചെയ്യുകയും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമേന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പൊ വിനയൻ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ദാദാ സാഹിബ് എന്ന് പറയുന്ന ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത്, അതായത് മമ്മൂട്ടിയാണ് കേന്ദ്ര കഥാപാത്രം, മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് മറ്റൊരു കഥാപാത്രമുണ്ട്. അപ്പൊ മമ്മൂട്ടിയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രത്തെ പരിഗണിച്ചിരുന്നത് ശരിക്കും മമ്മൂട്ടിയെ ആയിരുന്നില്ല എന്നും വേറൊരു നടനെയായിരുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള ചില കോമ്പിനേഷനും, അതായത് ഇതിൻ്റെ അകത്ത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് ഇയാൾ മരിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർത്ത വന്നതിന് ശേഷം ഇയാൾ വാപ്പയുടെ വേഷത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീന് വന്ന സമയത്ത് ആ നായകനെ മാറ്റിയിട്ട് വീണ്ടും മമ്മൂട്ടി ഈ ഒരു പ്ലേസിൽ കൊണ്ടുവരികയായിരുന്നു ചെയ്തത് എന്നാണ് വിനയൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ചെറിയ രീതിയിൽ പരിശോധിക്കാം. മമ്മൂട്ടിയെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2000-ൽ പുറത്തിറങ്ങിയ ദാദാ സാഹിബ്. ദാദാ മുഹമ്മദ് സാഹിബ് അബൂബക്കർ എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത്. ഇപ്പോൾ ഇതാ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു വേഷത്തിലേക്ക് മറ്റൊരു നടനെയാണ് ആദ്യം ചിന്തിച്ചിരുന്നതെന്നും പിന്നീട് മമ്മൂട്ടിയെ തീരുമാനിച്ചതെന്നും വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ വിനയൻ. ഫേസ്ബുക്കിൽ മമ്മൂട്ടിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് വിനയൻ ഈ കാര്യം പറഞ്ഞത്. രണ്ട് വേഷവും മമ്മൂട്ടി തന്നെ ചെയ്യുന്നത് കൂടുതൽ വിശ്വസനീയവും രസകരവുമാകും എന്ന ചിന്തയാണ് പിന്നീട് തീരുമാനം മാറ്റിയതെന്നും വിനയൻ പറയുന്നു. ദാദാ സാഹിബ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ദാദാ മുഹമ്മദ് സാഹിബ് എന്ന അച്ഛൻ കഥാപാത്രം മമ്മൂക്ക അവതരിപ്പിക്കാനും മകൻ അബൂബക്കറിന്റെ വേഷം വേറെ ആർട്ടിസ്റ്റ് ചെയ്താൽ മതിയെന്നും ചിന്തിച്ചിരുന്നു. പക്ഷെ മരിച്ചുപോയ എന്ന് കരുതുന്ന അബൂബക്കർ പിന്നീട് വാപ്പയുടെ വേഷം കെട്ടി വന്ന് വില്ലന്മാരെ നേരിടുന്ന ചില സീനുകളിൽ രണ്ട് വേഷവും മമ്മൂക്ക തന്നെ ചെയ്യുന്നത് കൂടുതൽ വിശ്വസനീയവും രസകരവുമാവും എന്ന ചിന്തയിലാണ് രണ്ടും മമ്മൂക്ക തന്നെ ചെയ്തോട്ടെ എന്ന് തീരുമാനമെടുത്തത്. ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും രാജ്യസ്നേഹിയുമായ അച്ഛൻ കഥാപാത്രമാണ് ദാദാ മുഹമ്മദ് സാഹിബ്. ദാദാ സാഹിബിന്റെ മകനാണ് അബൂബക്കർ. രാജ്യസ്നേഹവും നീതിയും തമ്മിലുള്ള പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. സ്വന്തം മകൻ രാജ്യദ്രോഹിയാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ഒരച്ഛന്റെ വേദനയും പിന്നീട് സത്യാവസ്ഥ തിരിച്ചറിയുന്നതുമാണ് കഥ. അക്കാലത്ത് വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു ഇത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലയിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് ചിത്രം നേടിയത്. വിനയനും മമ്മൂട്ടിയും ഒന്നിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച പക്ക മാസ് സിനിമകളാണ്. ദാദാ സാഹിബ് പുറത്തിറങ്ങിയ തൊട്ടടുത്ത വർഷം തന്നെ വിനയനും മമ്മൂട്ടിയും വീണ്ടും ഒന്നിച്ചു. അതായിരുന്നു രാക്ഷസ രാജാവ്. വിനയന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, ദിലീപ്, കാവ്യ, കലാഭവൻ മണി, മീന എന്നിവർ പ്രധാന വേഷത്തിൽ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. 2001-ൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് രാക്ഷസ രാജാവ്. സർഗം സ്പീഡ് പ്രൊഡക്ഷന്റെ ബാനറിൽ സർഗം കബീർ നിർമ്മിച്ച ഈ ചിത്രം സർഗം സ്പീഡാണ് റിലീസ് വിതരണം ചെയ്തത്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചതും വിനയൻ തന്നെയായിരുന്നു.